ഞാൻ ലിജിയോട് സംസാരിക്കും. ലിജി ഇങ്ങനെ ഭയങ്കര സ്നേഹമുള്ള ഒരാൾ ഇങ്ങനെ കൂടെ നിൽക്കുകയാണ്. ആ കൂടെ നിൽക്കുന്നോണ്ട് തന്നെയാണ് ഇത്ര എത്തിയതും ലിജി അല്ലേ. ഇപ്പൊ എഴുന്നേറ്റിരിക്കുന്നു സുജിത്തിന്റെ കൂടെ, 2 സ്റ്റെപ്പൊക്കെ വെക്കാൻ തുടങ്ങി. ആ വീഡിയോ ഒക്കെ കണ്ടു. എന്താണ് സുജിത്തിനെ കുറിച്ച് പറയാനുള്ളത്? അവൻ ചെയ്യും. പിന്നെ ഞാൻ കാണുന്ന മാത്രം അവൻ കാണുള്ളൂ. അതെന്റെ അപ്പന്റെ കാണുന്ന മാത്രമേ നീ കാണുള്ളൂ. മനസ്സിൽ വിചാരിക്കുന്നതായിരിക്കണം. അല്ല, ഇപ്രാവശ്യം മൂത്തപ്പന്റെ അടുത്ത് പോയപ്പോ മൂത്തപ്പനെ കണ്ടു. അതെ, ലിജിക്ക് പോകാൻ പറ്റുന്ന ഇടങ്ങളിലെ ഞാനും പോകാറുള്ളൂ എന്നാണ് ലിജി ഉദ്ദേശിച്ചത്. ലിജിക്ക് ഇപ്പൊ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വീൽ ചെയർ ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അതിന് എത്ര വലിയ സ്ഥലങ്ങളാണേലും ഞാനും അത് കൂടെ ഒഴിവാക്കും എന്നാണ് ലിജി ഉദ്ദേശിച്ചത്. ഓ, ലിജിക്ക് പോകാൻ പറ്റുന്നിടത്ത് മാത്രമേ സുജിത്ത് പോകുന്നുള്ളൂ. ഞാൻ ചോദിക്കട്ടെ ലിജി, ഇന്ന് നമ്മള് വാലന്റൈൻസ് ഡേ ആണല്ലോ. ഇന്നിപ്പോ അങ്ങോട്ട് ഗിഫ്റ്റും കൊടുക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഞാൻ ചോദിക്കുന്ന ലിജിക്ക് ഇനി ഏറ്റവും ആഗ്രഹമുള്ള 2 കാര്യങ്ങൾ പറയാമോ? ജീവിതത്തിൽ ഇനി ഏറ്റവും ആഗ്രഹമുള്ള 2 കാര്യങ്ങൾ പറഞ്ഞേ. 2 കാര്യങ്ങൾ. ഒന്ന്, എനിക്ക് 10 ലക്ഷം ഫോളോവേഴ്സാണ്. 10 ലക്ഷം ഫോളോവേഴ്സ് വേണം. പിന്നെയോ ആവണം. ഒരു ബേബിയെ വേണം. അയ്യോട്ടാ, വേണം. 2 നടക്കും കേട്ടോ, 2 നടക്കും. നമ്മൾ ഇനിയും കാണുമ്പോ അങ്ങനെ ഒരു ഹാപ്പി ന്യൂസും കൊണ്ട് വരണം കേട്ടോ. വരുവോ സുഹൃത്തെ? ഡോക്ടേഴ്സ് എന്താ പറയുന്നത് സുഹൃത്തെ? ഉറപ്പായിട്ടും വരാവേ. ശരി, നന്നായിട്ട് ക്ലിയർ ആവുന്നുണ്ട് കേട്ടോ. ഇപ്പൊ സംസാരിക്കുന്നത് ലിജി നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയാണ്, നല്ല മാറ്റമുണ്ട്. സുജിത്തെ പറയൂ, ഡോക്ടേഴ്സ് എന്താണ് പറയുന്നത്? നമുക്ക് പൂർണ്ണമായിട്ട് ലിജിയെ പഴയ പോലെ ആക്കിയെടുക്കാൻ പറ്റുമോ? ആക്കിയെടുക്കാൻ പറ്റും. ലിജി ഒരുപാട് നാൾ ഐസിയുയിൽ ഇങ്ങനെ സ്റ്റേ ചെയ്തുകൊണ്ട് ലിജിക്ക് മൈലോപ്പതി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഒരുപാട് കാലം ഐസിയുലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മസിൽ വേസ്റ്റേജ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ എനിക്ക് നെയർ ഡാമേജ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഈ പഴയ രീതിയിലാവണം. അധിക നാളെ ഫിസിയോതെറാപ്പി ചെയ്യണം, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ഫിസിയോതെറാപ്പി ചെയ്യണം. അതാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ബാക്കി മെഡിസിനും കാര്യങ്ങളും ഇൻഫെക്ഷനും ഒക്കെ കാര്യങ്ങളെല്ലാം ഇപ്പൊ നിർത്തിയിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടുതൽ ആക്റ്റീവ് ആവുക മെന്റലി. ആൻഡ് ഞാൻ ഹോസ്പിറ്റലിൽ ഇടയ്ക്ക് ചെക്കപ്പിന് പോകുന്ന സമയത്ത് എനിക്ക് ആദ്യം ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് പറയുമായിരുന്നു ഫോണൊന്നും അങ്ങനെ യൂസ് ചെയ്യരുതെന്ന്. പക്ഷെ ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞത് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഒരു മൈൻഡ് നല്ല രീതിയിലാവാൻ എന്താണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് ചെയ്യിക്കാന്നുള്ളതാണ്. പുറത്തു പോകണമെങ്കിൽ പുറത്തു പോവാ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്, ചെയ്യുന്നുണ്ടെന്നല്ല, ഞങ്ങൾ ഒരുമിച്ച് എല്ലായിടത്തും പോകാറുണ്ട്, യാത്രകൾ പോകാറുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. സോഷ്യൽ മീഡിയ എന്തോരം ആളുടെ ഇത് സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതിനെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം കേട്ടായിരുന്നോ? എനിക്ക് അത്രയും ഫോളോവേഴ്സ് വേണമെന്നായിരുന്നു പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് വാവയുടെ കാര്യം പറഞ്ഞപ്പോ, അത് പറഞ്ഞപ്പോ കേട്ടപ്പോ ആദ്യത്തെ എന്തായാലും നടക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ അത്രയും പ്രിയപ്പെട്ടവരാണ് എല്ലാവർക്കും. രണ്ടാമത്തേത് ഓക്കെ ആണോ? ഒരു അമ്മയാകാൻ ലിജിക്ക് പറ്റും മുന്നോട്ടുള്ള യാത്രയിൽ നിന്ന് തന്നെയാണോ ഡോക്ടേഴ്സ് പറയുന്നത്? അതെ, ഇപ്പൊ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ കുറച്ച് അല്ലാതുള്ള സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ കുറച്ചുണ്ട്. തൈറോയിഡ് പോലത്തെ അല്ലെങ്കിൽ PCOD പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്നിരുന്നാലും അതൊക്കെ നമുക്കൊരു അത് നോർമലുള്ള പ്രശ്നങ്ങൾ, അത്ര വലിയായിട്ടില്ല. ഡോക്ടറുടെ അഭിപ്രായത്തിൽ അതൊരു പ്രശ്നമല്ല. ഡോക്ടർ ആദ്യം പറഞ്ഞ ലിജി ചോദിച്ചിരുന്നു ഡോക്ടറോട്. രണ്ടാമത്തെ ചെക്കപ്പ് അത് അന്ന് ലിജിക്ക് സംസാരിക്കാനൊന്നും പറ്റുന്ന രീതിയിലല്ല. അപ്പൊ ആ സമയത്ത് ചോദിച്ചു. അപ്പൊ ഡോക്ടർ തമാശ എടുത്ത് പറഞ്ഞ് ആദ്യം എഴുന്നേറ്റ് നടക്കുക എന്നിട്ട് മതി എന്നുള്ള തമാശ രൂപമാണ് പറഞ്ഞു. അതൊക്കെ ശരിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. ഞാൻ പ്രണയത്തെ കുറിച്ച് ചോദിക്കുമ്പോ ലിജി ചിരിക്കുകയാണ്. ഡോക്ടർ സജിത്താണ്, തിരുവനന്തപുരം ശ്രീധരൻ. പറഞ്ഞോളൂ ഡോക്ടറെ കുറിച്ച് പറഞ്ഞോളൂ. ഡോക്ടർ സജിത്ത്, തിരുവനന്തപുരം ശ്രീത്രയില് ന്യൂറോളജി ഡോക്ടർ സജിത്താണ് നമ്മളെ ട്രീറ്റ്മെന്റ് ചെയ്ത തുടക്കം മുതലേ. ഡോക്ടറുടെ ഒരൊറ്റ തീരുമാനത്തിലാണ് ലിജി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ മുന്നിലെ മനുഷ്യരൂപത്തിലുള്ള ഒരു ദൈവമാണ് അദ്ദേഹം.
എന്താ വെച്ചാൽ ലിജിയുടെ അസുഖം സീരിയസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു 6-7 മാസത്തോളമായി. ഇപ്പൊ ഒരേ കിടപ്പാണ്. അപ്പൊ അവരെ ഒരു തീരുമാനത്തിൽ നമ്മൾ ഒരുപാട് കാലമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, കുറെ പൈസ ചെലവാക്കുന്നു, പോസിറ്റീവായിട്ടൊന്നും കേൾക്കുന്നില്ല. അതൊരു പ്രശ്നം വരുമ്പോൾ അവരുടെ ഉള്ളിൽ ചിന്ത വരും. എന്നാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ലിജിയുടെ തലച്ചോറിലെ ബ്രെയിൻ സ്റ്റെമ്മിനുള്ളിലാണ് ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായത്. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ ബയോപ്സി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഭാഗമാണ്. ഈ നമ്മുടെ ഹാർട്ടും ലങ്സും ഒക്കെ ഇരിക്കുന്ന ഒരു ഭാഗമായിട്ട് ബയോപ്സി ചെയ്ത ടേബിളിലെത്തുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് പരമാവധി ഇങ്ങനെ ഈ മെഡിസിനിലൂടെ പൊക്കോണ്ടിരിക്കുക, ഇൻഫെക്ഷനെ കുറയ്ക്കണമല്ലോ. അങ്ങനെ സമയത്താണ് അവസാനം ഒരു തീരുമാനം ഒരുപാട് വരുന്നത്. എന്നാൽ നമുക്ക് ലിജിക്ക് പെട്ടെന്ന് BP ഒക്കെ ലോ ആയി, ഒരു 60-40 അങ്ങനെയൊക്കെ പോയി. വെച്ചാൽ വളരെ മോശം അവസ്ഥയാണ്. അപ്പൊ സർജറി ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ സൈത്ത് സർജനൊക്കെ പറഞ്ഞു നമുക്ക് സർജറി ചെയ്യേണ്ട, നമുക്ക് ഒരാഴ്ച കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം, എന്നിട്ടൊരു പുതിയൊരു ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഏകദേശം 2.5-3 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷനാണ്. അതൊന്ന് ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷനാണ്. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു 5 ദിവസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഒരു MRI എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ലിജിക്ക് ചെറിയ കൈക്കൊക്കെ അനക്കമൊക്കെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായി. ഒരു 6-7 മാസം ആവുന്ന സമയം അപ്പോഴത്തേക്ക് ഡോക്ടർ തീരുമാനം. അതുപോലെ എന്നെ ഒരു മകനായിട്ട് സ്നേഹിക്കുന്ന പോലെയൊക്കെ എനിക്കൊക്കെ തോന്നി അദ്ദേഹം. വളരെ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് പേരുണ്ട്. അദ്ദേഹത്തിന് എടുത്തു പറഞ്ഞു വെച്ചാൽ അദ്ദേഹം നമ്മളോട് അത്ര അടുത്ത് ഇടപഴകിയ ഒരു മനുഷ്യനാണ്. അപ്പൊ ഒരു അവസരത്തിൽ എനിക്ക് അദ്ദേഹത്തിന് എടുത്ത് പറയണമെന്ന് തോന്നും ചില തീർച്ചയായിട്ടും. സുജിത്തെ, ഞാൻ ലിജിയോട് ചോദിച്ചു, നെക്സ്റ്റ് ലെവൽ ഓഫ് ലൈഫ് തന്ന ഒരാള്. അതെ, തീർച്ചയായിട്ടും. ഞാൻ ലിജിയോട് ചോദിച്ചു ആഗ്രഹം എന്താണെന്ന്. സുജിത്തിന്റെ ആഗ്രഹം എന്താണ്? ഏറ്റവും ഇനി ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ സുജിത്ത് എന്ത് പറയും? എനിക്ക് അങ്ങനെ ലിജി പറഞ്ഞ കണക്ക് ഒരു വൈകിട്ടൊരു ആഗ്രഹമില്ല. എന്റെ ആഗ്രഹം അവള് പറഞ്ഞ ആഗ്രഹം നടക്കണമെന്ന് തന്നെയാണ്. അവൾക്ക് സന്തോഷം എന്താണോ അത് നടക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. തീർച്ചയായിട്ടും. അപ്പൊ രണ്ടുപേരുടെ ആഗ്രഹം ഒന്ന് തന്നെയാണ്. അപ്പൊ അത് ഉടനെ നടക്കുകയും ചെയ്യും. നേരത്തെ സുജിത്ത് പറഞ്ഞതുപോലെ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി അങ്ങനെ അങ്ങ് ആഗ്രഹിക്കുവാണെങ്കിൽ അതെ, മനസ്സിലായി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു റീല് കണ്ടായിരുന്നേ, നിങ്ങൾ ആൽബം നോക്കുന്ന, ലിജി ആൽബം നോക്കുന്നു, എന്നിട്ട് പറയുന്നു നല്ലൊരു പെങ്കൊച്ച് നിൽക്കുന്നു, കല്യാണം കഴിച്ച് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ആ നല്ലൊരു പെങ്കൊച്ചിനെ ഇഷ്ടപ്പെട്ടത് ആ പ്രണയം എന്ത് കാര്യത്തിലായിരുന്നു? ലിജി ഭയങ്കര നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളാണെന്ന് മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ തന്നെ, ഇങ്ങനെ ഇരിക്കുമ്പോ പോലും. അപ്പൊ അന്നേരവും ഹ്യൂമർ സെൻസ് തന്നെയാണോ ഇഷ്ടപ്പെടുത്തിയത്, അങ്ങോട്ടേക്ക് ആകർഷിച്ചത്? അതെ. ലിജി ഒരാളെ സ്നേഹിക്കാനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവർക്കും എല്ലാ രീതിയിലും ലവ് എക്സ്പ്രസ് ചെയ്യാനൊന്നും പറ്റില്ല. എല്ലാവർക്കും സ്നേഹം ഉണ്ടാവുള്ളിൽ. ലിജി നല്ലോണം ലവ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ എന്റെ വീട്ടിലെ അച്ഛനോടും അമ്മയോടും എന്റെ സഹോദരങ്ങളായാലും എന്റെ സുഹൃത്തുക്കളോടായാലും എക്സ്പ്രസ് ചെയ്യുന്നത്, എന്നോട് തന്നെ ലവ് എക്സ്പ്രസ് ചെയ്യുന്ന രീതി വേറെയാണ്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ക്ലിക്കായി. എനിക്ക് ഞങ്ങൾ ആദ്യം സുഹൃത്തുക്കളായിരുന്നു, ഒരു 1.5 വർഷത്തേക്ക് സുഹൃത്തുക്കളായതിനു ശേഷം പിന്നീട് ഒരുപാട് കാണാതിരുന്നപ്പോഴാണ് ഞങ്ങൾ ലവ് എന്ന രീതിയിലേക്ക് മാറി അങ്ങനെ ആയത്. ആ സമയത്ത് എന്നെ എക്സ്പ്രസ് ചെയ്തൊരു സാധനം എനിക്ക് സ്നേഹിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ അവള് ഒരു ഗ്രാഫ് വരെ എന്നെ സ്നേഹിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ എത്തുന്നതിന് മുന്നേ. അപ്പൊ ആ ഒരു ഗ്രാഫ് എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നെ സ്നേഹിച്ച ഒരാളാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ലൈഫിൽ സക്സസ് എന്താ വെച്ചാൽ ഞാൻ ലിജി എത്തിയ ആ ഗ്രാഫ് വരെ ഞാൻ എത്തിയിട്ടുണ്ടെന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. ആണോ? ഇപ്പൊ എല്ലാം ചെയ്തു കൊടുക്കുന്നത് സുജിത്തല്ലേ? ഇഷ്ടമാണോ അങ്ങനെ? ലിജിക്ക് ഇപ്പൊ എല്ലാം സുജിത്ത് തന്നെ ചെയ്തു കൊടുക്കണം എന്നാണോ? അത് ഞാൻ ചെയ്തു കൊടുത്താലേ അത് പെർഫെക്റ്റ് ആവുള്ളൂ. ഓരോരുത്തർക്കും ഓരോരുത്തർ ഏറ്റവും അടുത്തൊരാളായിട്ടുണ്ടാവുമല്ലോ ജീവിതത്തിൽ. എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇപ്പൊ ഏറ്റവും അടുത്തൊരാൾ ഞാനാണ്. അവൾക്ക് ഞാൻ ചെയ്യുന്നതാണ് കംഫർട്ടായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായാലും. പിടിക്കാതെ എത്രയെങ്കിലും സെക്കൻഡുകളൊന്നും നിൽക്കുവോ? ഒന്ന് നിർത്തി നോക്കിയപ്പോ എന്താണ് അവസ്ഥ നടക്കുന്നത്? നിൽക്കുന്നുണ്ട്, വാക്കർ നിൽക്കുന്നുണ്ട്. ഇപ്പൊ നടുവിന് ചെറിയൊരു ബാലൻസിങ് പ്രശ്നം ഉണ്ട്. അത് കുറച്ച് നാളുകൂടെ നമുക്ക് സ്റ്റാൻഡിങ്ങിൽ കിട്ടണം. എന്നാ ഇപ്പൊ നടക്കുന്നുണ്ട്, 2 സ്റ്റെപ്പൊക്കെ എടുത്ത് നടക്കാം. 2 അല്ല, കുറച്ചധികം സ്റ്റെപ്പ് നടക്കും. അത്യാവശ്യം ഒരു 50 മീറ്റർ ഒക്കെ വാക്കറിൽ 2 പേര് ഹെൽപ്പിന് കൂടെ നിന്നാൽ മതി. കാല് പൊക്കി വെക്കുന്നുണ്ട്, പക്ഷെ എന്നാലും നടുവിന്റെ ഒരു ബാലൻസിങ് കറക്റ്റ് ആയിട്ടില്ല. അപ്പൊ നമ്മളിവിടെ കോഴിക്കോട് മേത്ര ഹോസ്പിറ്റലാണ് ചെയ്യുന്നത്. അപ്പം അവിടുത്തെ ഡോക്ടർ പറഞ്ഞ് നമുക്ക് കുറച്ചാളൂടെ ബാലൻസിങ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നടക്കാൻ പറ്റും എന്നുള്ളതാണ്. ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടുന്ന സമയമൊക്കെ അത്തരം കാര്യങ്ങളാണ് ചെയ്യാറ്. സുജിത്തെ, സാമ്പത്തികവും വലിയ പ്രശ്നമായിരിക്കുമല്ലോ, കാരണം അത്രയും ബെഡ് റിഡൺ ആയി പോയ ഒരാളാണ്. അയാളെയാണ് ഇവിടെ വരെ എത്തിച്ചു നിർത്തിയിരിക്കുന്നത്. അന്ന് എങ്ങനെയായിരുന്നു, ഇപ്പൊ എങ്ങനെയാണ് അവസ്ഥ? മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ ഒറ്റയ്ക്ക്? അതെ, ഒറ്റയ്ക്ക് പോകാനായിട്ട് ചില സമയങ്ങളിൽ പാടാണ്. അപ്പൊ നമ്മള്
ആ സമയത്തായിരുന്നെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു. പിന്നെ ശ്രീധര ഹോസ്പിറ്റലിൽ നമുക്ക് കുറച്ച് റീഫണ്ടും കാര്യങ്ങളൊക്കെ പൈസ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അന്നുണ്ടായ കുറച്ച് ഡെപ്റ്റൊക്കെ ഒന്ന് ക്ലിയർ ആക്കി, കുറച്ചുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബാങ്ക് ലോൺസും കാര്യങ്ങളൊക്കെ വീണ്ടും റിന്യൂവൽ ചെയ്തെടുത്തു. അപ്പൊ അങ്ങനെ ആ ഒരു മൂവ്മെന്റിൽ ഇങ്ങനെ പോവാണ്. പക്ഷേ നമുക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കുറച്ചധികം കാലമായിട്ട് നമ്മൾ ഇത് ചെയ്യണം, കുറച്ച് എന്താ ഇച്ചിരിയോട് നല്ലൊരു അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു ഫിസിയോതെറാപ്പി ചെയ്യണം എന്നുള്ള രീതി കുറച്ചാളായിട്ടുണ്ടായിരുന്നു. നമുക്ക് സമയം നേരത്തെ ലിജി പറഞ്ഞ പോലെ നമുക്ക് സമയം ഇങ്ങനെ കടന്നു പോകുന്നതോറും നമ്മൾ ജീവിച്ചാ പോണേ. നമുക്ക് നാളെ അത് ശരിയാവും, മറ്റന്നാൾ അത് റെഡിയാവും എന്നൊരു മുൻധാരണയിലല്ല പോണേ. ഇന്ന് എങ്ങനെ ജീവിക്കുന്നു, ഇന്ന് സന്തോഷത്തോടെ ജീവിച്ചു പോവുക. നാളത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങളെ ഓർക്കുന്നില്ല. എന്നാൽ പോലും ഇതിന്റെ കൂടെ നമ്മൾ ലൈഫിലേക്ക് റിട്ടേൺ വരണം എന്നൊരു ചിന്ത ഉണ്ടായിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാം. അപ്പൊ ആ ഒരു രീതിയിലായതുകൊണ്ട് ഒരുപാട് ഹെൽപ്പും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. അപ്പൊ അതൊക്കെ ഉണ്ടായതുകൊണ്ട് ഇതുവരെ ഇങ്ങനെ പോരുന്നു. പിന്നെ സോഷ്യൽ മീഡിയയിൽ ചെറിയൊരു റവന്യൂ ഉണ്ട്. അപ്പൊ ആ റവന്യൂ പൂർണ്ണമായിട്ട് ലിജിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് പേര് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യപ്പെടുകയും അങ്ങനെയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തും സഹായിക്കുന്നുണ്ട് ഒരുപാട് പേര്. ലിജി ഇനി എങ്ങോട്ടാ പോവാൻ ആഗ്രഹം? യാത്ര കേരളത്തിൽ വയനാട് മാത്രം. ഇനി വയനാട്, കാസർഗോഡ് അത്രേ ഉള്ളോ? ബാക്കിയൊക്കെ കവർ ചെയ്തോ? ലാസ്റ്റ് ബാക്കിയൊക്കെ ഞങ്ങൾ കവർ ചെയ്തു. അടിപൊളി. അപ്പൊ ട്രിപ്പാണ് രണ്ടുപേരും കൂടി അല്ലേ? ലിജിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ലിജി? വേറെ ആരൊക്കെയാ? ട്രെയിനിൽ യാത്ര ചെയ്തു. എനിക്ക് അമ്മ, രണ്ടനിയത്തിമാര്, അച്ഛൻ മരണപ്പെട്ടു. അച്ഛൻ മരിച്ചു. പിന്നെ രണ്ടനിയത്തിമാര്, അമ്മ അല്ലേ? അമ്മ അവരെയൊക്കെ കാണാൻ പോവാറുണ്ടോ? ഒരു പ്രാവശ്യം പോയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നു. കഴിഞ്ഞ വർഷം പോയായിരുന്നു. ശരി. എനിക്ക് ഭയങ്കര സന്തോഷം ലിജിയുടെ സംസാരം കേൾക്കുമ്പോ. നന്നായി മനസ്സിലാവുന്നുണ്ട്, നല്ല വ്യക്തത വരുന്നുണ്ട്. ഇടുക്കിയിലാണല്ലേ? ഓ ശരി. ഞാൻ ആ ട്രിപ്പൊക്കെ കാണാറുണ്ട്. ഇടുക്കിയിലേക്ക് കുറെ കാലം കഴിഞ്ഞ് പോയി എന്നൊക്കെ പറഞ്ഞ റീലൊക്കെ കണ്ട്. എന്തായാലും ഇനി നമ്മൾ കാണുമ്പോ ആ സന്തോഷ വാർത്ത പ്രേക്ഷകർ കൂടെ പങ്കുവെച്ച് ഒരിക്കൽ കൂടി നമ്മൾ കാണും കേട്ടോ. അപ്പൊ ഈ പ്രണയദിനത്തിൽ അങ്ങനെ ഒരു സന്തോഷത്തോടെ നമുക്ക് പിരിയാം. ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് രണ്ടുപേർക്കും താങ്ക് യു സോ മച്ച്. രണ്ടുപേർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ഓക്കെ, താങ്ക് യു. ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു സുജിത്. താങ്ക് യു. താങ്ക് യു.